നമസ്കാരം. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫ്രീ ലീഗൽ അഡ്വൈസ് എന്ന ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒത്തിരി പേർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ എംബസിയുടെ വാട്സപ്പ് നമ്പർ ഉണ്ടോ എന്ന്. എല്ലാവരുടെയും പരാതി ഫിലിപ്പൈൻ എംബസി ആണെങ്കിൽ അവരെ നല്ലപോലെ സഹായിക്കും, ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. എന്നാൽ ഇന്ത്യൻ എംബസിയെ വിവരം അറിയിക്കാതെ അവർ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? അറിയിക്കാൻ പലർക്കും ഫോൺ കണക്ഷൻ ഇല്ല, വാട്സപ്പ് മാത്രമേ ഉള്ളൂ. ഇനി വാട്സപ്പ് വഴി നിങ്ങളുടെ കാര്യങ്ങൾ ഇന്ത്യൻ എംബസിയെ അറിയിക്കാൻ പരമാവധി ശ്രമിക്കുക. പരമാവധി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരം പറഞ്ഞു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം അയയ്ക്കുക, അവർ നിങ്ങളെ തിരിച്ചു വിളിച്ചിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ആ നമ്പർ പറഞ്ഞു തരാം. നിങ്ങൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ 65806735 എന്ന നമ്പറിലോ 65807695 എന്ന നമ്പറിലോ അതുമല്ലെങ്കിൽ 65806158 എന്ന നമ്പറിലോ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാവുന്നതാണ്. ഇനി രാത്രി 8 മണി കഴിഞ്ഞ് രാവിലെ 8 മണി വരെയുള്ള സമയത്താണെങ്കിൽ 65809348 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാവുന്നതാണ്. ഇനി പലർക്കുമുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വാട്സപ്പ് മാത്രമേ ഉള്ളൂ, അതായത് ഇൻ്റർനെറ്റ് വഴിയുള്ള വാട്സപ്പ് മാത്രമേ ഉള്ളൂ, അവർക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ താഴെ പറയുന്ന നമ്പറുകളിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത്. വീടുകളിൽ ജോലി ചെയ്യുന്ന വനിതകൾ 65501078 എന്ന നമ്പറിലേക്കും, വീടുകളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാർ 65501769 എന്ന നമ്പറിലേക്കും, എമർജൻസി ഹെൽപ്പ് ലൈനായിട്ട് 65501946 എന്ന നമ്പറിലേക്കും, ഹോസ്പിറ്റൽ എമർജൻസിക്ക് 65501587 എന്ന നമ്പറിലേക്കും നിങ്ങൾ ദയവായി ബന്ധപ്പെടേണ്ടതാണ്. പക്ഷേ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത്, വാട്സപ്പിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ മാത്രം അയയ്ക്കുക. നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കാതിരിക്കുക. വിളിച്ച് അവർ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും.